ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഫിറ്റിങ്ങിൻ്റെ കിടുക്കാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അതും ചെറിയൊരു സൈസിൽ. നമ്മുടെ സോപ്പ് പെട്ടി ഉണ്ടല്ലോ, ആ സോപ്പ് പെട്ടിയിലാണ് നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതായത് അത്രയും ചെറിയ നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി അധികം വെയിറ്റ് ഒന്നും വരില്ല കേട്ടോ. പിന്നെ അത്ര ചെറുത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് തന്നെ പ്രശ്നമുണ്ടെന്നൊന്നും വിചാരിക്കരുത്. സംഭവത്തിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഓവർ ടൈം ചാർജ്, അതായത് നമ്മൾ കുത്തിച്ച് മറന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ പ്രൊട്ടക്ഷനൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി 12 വോൾട്ട് ഔട്ട്പുട്ട് മാത്രമല്ല വരിക, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 1 വോൾട്ട് തൊട്ട് 12 വോൾട്ട് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അല്ല ചെറിയ വല്ല ബൾബൊക്കെ കൊടുക്കുകയാണെങ്കിൽ 12 വോൾട്ടിനാണെങ്കിൽ ടപ്പേ ഒരു ഒറ്റ പോലായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് 2 വോൾട്ടോ 5 വോൾട്ടോ ആക്കിയിട്ട് അങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് നോക്കാം. പിന്നെ 12 വോൾട്ടിൻ്റെ ലൈറ്റ് തന്നെ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വെട്ടം കൂട്ടാനും കുറയ്ക്കാനും, മോട്ടറൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പോലത്തേക്ക് ഇതിൽ പറ്റും. അപ്പോൾ അത്രയും ഫീച്ചേഴ്സുള്ള ഒരു സോപ്പ് പെട്ടിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ചെറിയൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തേക്കുക, ചെറുപറ കമൻറ്റ് ഇട്ടേക്കുക. നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതുപോലത്തെ റീചാർജബിൾ ലിഥിയം-അയൺ ബാറ്ററിയാണ് കേട്ടോ. ഇത് പഴയ പവർ ബാങ്കിൽ നിന്നും ഇതിനെ കടയിലൊക്കെ പോയി വാങ്ങാം. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിപ്പോൾ 3800 mAh 3.7 വോൾട്ടിൻ്റെ ഒരു റീചാർജബിൾ ലിഥിയം-അയൺ ബാറ്ററിയാണ് 18650. അപ്പോൾ റീചാർജബിൾ ആണ് കേട്ടോ. നമ്മൾ 3 എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 4 എത്രയെന്ന് വെച്ചാൽ എടുക്കാം. 3 എടുക്കാനാണ് ഞാൻ പറയാം. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഷോർട്ടാക്കാൻ പോവാണ്. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ, അതായത് വോൾട്ടേജാണ് നമ്മൾ ഇതിൽ കൂട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സോൾഡർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഇതേപോലത്തെ ഒരു സോക്കറ്റ് വേണം. കാരണം ഇത് റീചാർജ് ചെയ്യാനായിട്ട് ചാർജർ കുത്തി നമ്മൾ ചാർജ് ചെയ്യാൻ പോകണം, അല്ലാണ്ട് വയർ കട്ട് ചെയ്തിട്ടല്ല. ഇത് പിന്നെ BMS ബോർഡാണ്, 3S BMS. അപ്പോൾ നിങ്ങൾ എത്ര ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കാൽക്കുലേഷനിലാണ് നിങ്ങൾ BMS ബോർഡ് വാങ്ങേണ്ടത്. ഇതിലിപ്പോൾ കുറേ പിന്നുകൾ കാണാം, P-, P+, B1, B2, B+, B-. അപ്പോൾ കുറേ സ്ലോട്ടുകളുണ്ട്. അതായത് സോൾഡർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് എടുക്കുക. 12 വോൾട്ട് ഔട്ട് ഇങ്ങനെയാണ് എടുക്കുക. അതായത് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ഔട്ട് വേണ്ട വയർ വയ്ക്കുന്നു, സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു സ്വിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വിച്ച് എടുത്തു. സ്വിച്ച് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആദ്യം തന്നെ ഈ ബാറ്ററികൾ ഇതേപോലെ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ആ ബാറ്ററി ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു വയറുകൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് സോൾഡർ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരു ഇത്തിരി സോൾഡർ പേസ്റ്റ് ആക്കുക, എന്നിട്ട് സോൾഡർ ചെയ്യുക. നമ്മുടെ ഈ ലിഥിയം-അയൺ ബാറ്ററീസ് ഒക്കെ പുതിയത് വാങ്ങിച്ചിട്ടെങ്കിൽ സോൾഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ സോൾഡറിങ് പിടിക്കില്ല. അതിന് മുമ്പായിട്ട് ലിഥിയം-അയൺ ബാറ്ററീസിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ ബ്ലേഡോ കത്രിക എല്ലാം വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്യണം. അതായത് നെഗറ്റീവ് പോസിറ്റീവ് ആ 2 സ്ഥലത്ത് ഇതേപോലെ സ്ക്രാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവിടെ സ്ക്രാച്ച് ഉണ്ട്. അതേപോലെ സ്ക്രാച്ച് ചെയ്തിട്ട് സോൾഡർ ചെയ്താൽ മാത്രമേ മര്യാദയ്ക്ക് സോൾഡറിങ് അവിടെ പിടിക്കുള്ളൂ. അപ്പോൾ സ്ക്രാച്ച് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ ബാറ്ററിയാണ്, സ്ക്രാച്ച് ചെയ്യണമെന്നൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സോൾഡറിങ് അവിടെ പിടിക്കലേ ഉണ്ടാവില്ല. അപ്പോൾ സ്ക്രാച്ച് ചെയ്യുക, ഇതേപോലെ ഇത്തിരി സോൾഡറിങ് അവിടെ ആക്കുക, എന്നിട്ട് വയർ വയ്ക്കുക, സോൾഡർ ചെയ്യുക. ഇത് നല്ല ഡേഞ്ചറസ് ആണ് കേട്ടോ. ഈ ബാറ്ററിയൊക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പതുക്കെ നമ്മുടെ പ്ലക്കറോ അതൊക്കെ വെച്ചിട്ട് വേണം സോൾഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ 230 വോൾട്ടിൽ ഉപയോഗിക്കുന്ന വയറാണ് കേട്ടോ പേയിൽ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വയർ എടുക്കാം. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതായത് കുറേ സ്ഥലങ്ങളുണ്ട് സോൾഡർ ചെയ്യാൻ. നമ്മൾ ആദ്യം B+, B-, അവിടെ 2 ഇത്തിരി സോൾഡറിന് അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മുടെ ബാറ്ററീസ്, അതായത് ഈ 3 ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കൂട്ടി 3 കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് കിട്ടൂലേ, ആ പോസിറ്റീവ് നെഗറ്റീവ്, അതായത് കോമൺ പോസിറ്റീവ് നെഗറ്റീവാണ് നമ്മൾ ഇങ്ങോട്ട് സോൾഡർ ചെയ്യേണ്ടത്. അതായത് 12 വോൾട്ട് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക ഔട്ട്. ഈ 3 ബാറ്ററിയുടെയും കൂടി ചാർജ് മൊത്തം കൂട്ടിയിട്ട് അത് B+, B- കൊടുക്കുക. പിന്നെ B2, B1, അതായത് B1, B2 നമ്മൾ ഈ ബാറ്ററീസ് ഒക്കെ ഷോർട്ട് ചെയ്തല്ലോ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഷോർട്ട് ചെയ്തല്ലോ. അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആ ഒരു ഷോർട്ട് ചെയ്ത് അവിടെ വേണം നമ്മുടെ B1, B2 കൊടുക്കാനായിട്ട്. അത് നമ്മൾ 3 ബാറ്ററീസ് ഷോർട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ. പിന്നെ P-, P+, അത് നമുക്ക് ഔട്ടാണ്, അതായത് ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും വേണ്ടിയുള്ളത്. പിന്നെ അതൊരു സോപ്പ് പൊട്ടി എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ സോപ്പ് പൊട്ടി എടുത്തതിൽ അടിയിൽ ഔട്ട് ചെയ്യണ്ടായിരുന്നു, നമ്മൾ ഗ്ലൂ അടിച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. നമുക്ക് 1 വോൾട്ട് തൊട്ട് 12 വോൾട്ട് വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ എടുത്തേക്കുന്നത് കേട്ടോ. പൊട്ടൻഷ്യോമീറ്റർ ഇല്ലെങ്കിൽ റെഗുലേറ്റർ IC 7805 അങ്ങനത്തെ ICകൾ എടുത്താലും മതി. നമ്മൾ ആദ്യം കാണിച്ചാൽ സ്ക്രൂ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് വയർ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്ത് സെറ്റാക്കി. ഇനി നമ്മൾ നമ്മുടെ DC, അതായത് റീചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് 12 വോൾട്ടിന് ചാർജ് കുത്താനുള്ള സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോപ്പ് പൊട്ടിയുടെ അടപ്പുമേ എവിടെയൊക്കെ എന്തൊക്കെ വേണം എന്ന് നമുക്ക് ധാരണയൊക്കെ വരുത്തിയിട്ട് കറക്റ്റ് അവിടെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ സോക്കറ്റ്, ചാർജിങ് സോക്കറ്റ്, പിന്നെ ഇത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട് വരുന്ന വയർ, ഇത് സ്വിച്ച്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആകുമ്പോൾ ലൈറ്റ്, അതായത് ഓണാകുമ്പോൾ ഓണായി എന്നുള്ള ലൈറ്റ്, ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതൊക്കെ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കുറച്ചുകൂടി അടിപൊളിയാകും. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് അവിടെ കറക്റ്റായിട്ട് കയറിയിരുന്നോളും. നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഗ്ലൂ അടിച്ച് വൃത്തിയിടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ സോക്കറ്റായാലും അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നേരെ കയറിയിരിക്കും. ഇവിടെ ഗ്ലൂ അടിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയറാണ് കേട്ടോ. പൊട്ടൻഷ്യോമീറ്റർ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലത്തെ എന്തെങ്കിലും സാധനം ഇട്ടിട്ടും ടൈറ്റ് ചെയ്യുക, അതായത് പ്ലെയറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അതും ഒരു പിരിയുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ആ പിരി അവിടെ ലോക്കായിട്ടിരുന്നോളും. ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി ഏകദേശം സെറ്റായിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററി, അതായത് B+B- അതിൻ്റെ 12 വോൾട്ട് ഔട്ട് ഇരുന്ന് അവിടെ കൊടുത്തു. P-P+, അത് നമ്മൾ ഔട്ട്, അതായത് ഡിസ്ചാർജിങ് ചാർജിങ്ങിന് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് ഷോർട്ടാക്കുന്ന ഒരു പോർട്ട്, അതായത് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ഷോർട്ടാക്കുന്നത് നമ്മൾ B1 B2 അങ്ങനെ കൊടുത്തു. എന്നിട്ടെല്ലാം അടിപൊളിയായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഈ ലിഥിയം-അയൺ ബാറ്ററീസൊക്കെ ഇത്തിരി ഡേഞ്ചറാണ്. അപ്പോൾ ഷോർട്ട് ആവേണ്ടൊക്കെ മാക്സിമം നോക്കുക. ഇതുപോലെ എല്ലായിടത്തും ഗ്ലൂ അടിക്കുക. നമ്മുടെ ബോർഡുമേലായാലും ഗ്ലൂ അടിക്കുക. ഒരുപാട് ഹീറ്റ് ആക്കരുത് കേട്ടോ ബോർഡുമേ. ഈ ബോർഡും ഒക്കെ വാങ്ങാനുള്ള ലിങ്ക്, ബാറ്ററി ബോർഡ്, പിന്നെ പൊട്ടൻഷ്യോമീറ്റർ എല്ലാം വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിപ്പോൾ 3S BMS ആണ്. നമ്മൾ 3 ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു BMS എടുത്തത്. നമ്മൾ ഗ്ലൂ അടിക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് വയർ ഇതേപോലെ ഷോർട്ട് ചെയ്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചു. കാരണം BMS ബോർഡ് ഇതേപോലെ വെക്കുമ്പോൾ പൊന്തി വന്ന് ഷോർട്ടൊന്നും ആവാണ്ടിരിക്കാൻ നമ്മളെപ്പോഴും ഷോർട്ട് ആവുകൊണ്ട് മാക്സിമം നോക്കണം കേട്ടോ. നമ്മൾ ഗ്ലൂവോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ ബാറ്ററി അടിപൊളിയായിട്ട് അവിടെ ഫിറ്റ് ചെയ്യുക. സോപ്പിട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഒരു പെട്ടിയോ എന്തെങ്കിലും ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പേപ്പർ വെച്ചേക്കുന്ന ഇളകി പോകാണ്ടിരിക്കാനാണ്. ഇടയിലൊന്നും കൊടുക്കരുത്, കാരണം എങ്ങനെ ഷോർട്ട് വന്നൊക്കെ കൂടി കത്തിപ്പിടിക്കും. ഇനി ഇതിൻ്റെ സർക്യൂട്ടൊക്കെ നല്ല സിമ്പിളാണ് കേട്ടോ. അതായത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫസ്റ്റ് പിൻ വരുന്നത് VCC പോസിറ്റീവ്, സെക്കൻഡ് പിൻ ഔട്ട്പുട്ട്, അതായത് പോസിറ്റീവ് ഔട്ട്, പിന്നെ മൂന്നാമത്തെ പിൻ നമ്മുടെ GND, അതായത് നെഗറ്റീവും പോസിറ്റീവും കൊടുത്തിട്ട് നമ്മുടെ നെഗറ്റീവ്, അതായത് GND കോമൺ ആയിട്ട് എടുക്കുക. നമ്മുടെ നടുക്കത്തെ പിൻ ഔട്ട്പുട്ട് അത് VCC പോലെ ഔട്ട് എടുക്കുക. എന്നിട്ടാണ് നമ്മൾ 12 വോൾട്ട് ഔട്ട് കിട്ടുന്നത്. സംഭവം സിമ്പിളാണ്. BMS ബോഡിയിൽ നിന്ന് തന്നെ P-P+. ഇത് നമ്മൾ നേരെ നെഗറ്റീവിലെല്ലാം കോമൺ ആക്കി കൊടുത്തു. അതായത് നമ്മുടെ ചാർജിങ് സോക്കറ്റിൻ്റെ നെഗറ്റീവ് കൊടുത്തു, നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നെഗറ്റീവ് കൊടുത്തു. അങ്ങനെ നെഗറ്റീവ് എല്ലാം കോമൺ ആക്കി. പിന്നെ ഒരു നെഗറ്റീവ് ഔട്ട് എടുത്തു. പിന്നെ നമ്മുടെ സ്വിച്ചിൽ നിന്ന് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിലേക്ക് ഒരു പോസിറ്റീവ് വന്നു കേട്ടോ. പിന്നെ നടുക്ക്, അതായത് പൊട്ടൻഷ്യോമീറ്ററിന് നടുക്കുന്നാണ് ഇനി ഔട്ട് പുറത്തേക്ക് പോകുന്നത് 12 വോൾട്ട്. അങ്ങനെ സിമ്പിൾ സർക്യൂട്ടാണ്. ജസ്റ്റ് സ്വിച്ചിലെല്ലാം കണക്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. പിന്നെ ചാർജിങ് സോക്കറ്റിൽ എല്ലാം കോമൺ ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ചാർജ് P-P+ പോകുന്ന രീതിക്ക് കൊടുക്കുക. നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ സിമ്പിളാണ്. ഫസ്റ്റ് പിൻ VCC പോസിറ്റീവ്, സെക്കൻഡ് പിൻ നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് എടുക്കാനുള്ളത്, തേർഡ് പിൻ ആണ് GND നെഗറ്റീവ്. അതായത് രണ്ടറ്റത്ത് 2 പിന്നിൽ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുക. എന്നിട്ട് നെഗറ്റീവ് കോമൺ ആയിട്ട് എടുക്കുക, പോസിറ്റീവ് നടുക്കുന്ന എടുക്കുക. അപ്പോൾ സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സർക്യൂട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓൺ ആവും. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ചാർജർ ഓണാക്കി ചാർജ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മൾ ചാർജർ ഓണാക്കി കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ BMS ബോർഡൊക്കെ ആക്ടിവേറ്റ് ആയി നമ്മുടെ ബാറ്ററി നമ്മൾ അടിപൊളിയായിട്ട് 12 വോൾട്ടൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയണത്. അത് വോൾട്ടേജ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാം. ഇത് ഓവറായിട്ട് ഡിസ്ചാർജ് ആയി പോകാനുള്ള പ്രൊട്ടക്ഷനൊക്കെ ഇതിലുണ്ട്. പിന്നെ ഷോർട്ട് സർക്യൂട്ട് ആവാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. എല്ലാം മൊത്തത്തിൽ കൊളാക്കാണ്ടിരുന്നാൽ മതി. കുറേ പ്രൊട്ടക്ഷനൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ മോട്ടർ ഇതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം വലിയൊരു മോട്ടർ തന്നെയാണ് 12 വോൾട്ട്. അപ്പോൾ നമ്മളിത് ഓണാക്കി സാധനം ഇപ്പോൾ ഓണാവുന്നില്ല, കാരണം വോൾട്ടേജ് കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ പതുക്കെ വോൾട്ടേജ് കൂട്ടിയപ്പോൾ നമ്മുടെ മോട്ടറും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ഇതിപ്പോൾ മാക്സിമം വോൾട്ടല്ല ഇട്ടേക്കുന്നത്. ഇതൊരു 9 വോൾട്ട് 10 വോൾട്ട് ആ ഒരു റേഞ്ചാണ്. നമ്മുടെ 12 വോൾട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിൽ വർക്കാവും. ഇനി ഞാൻ മൾട്ടിമീറ്ററിൽ കാണിച്ചു തരാം. നമ്മൾ പതുക്കെ തിരിക്കുമ്പോൾ വോൾട്ടേജ് കൊണ്ടുണ്ടോ, നമുക്ക് എന്താണ് വേണ്ടത് കറക്റ്റ് വോൾട്ടേജ് അവിടെ വയ്ക്കുക, സെറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മുടെ സോപ്പ് പെട്ടിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന 12 വോൾട്ടിൻ്റെ റീചാർജബിൾ നല്ല അടിപൊളി 1 വോൾട്ട് തൊട്ട് 12 വോൾട്ട് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബാറ്ററി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായി നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി? സോപ്പ് പെട്ടിയുടെ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞൻ ബാറ്ററിയാണ്, പക്ഷേ ആളെ കുഞ്ഞനുള്ളൂ. സംഭവം അടിപൊളി സംഭവമാണ്, നല്ല പവറാണ് കേട്ടോ. കുറേ നേരം ബാറ്ററി ലൈഫൊക്കെ നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ചാർജ് ആവും. പിന്നെ ചെറുപറ പ്രൊട്ടക്ഷനും നമ്മുടെ 1 വോൾട്ട് തൊട്ട് 12 വോൾട്ട് വരെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾ കാണുമ്പോൾ കുറച്ച് നേരത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ സോൾഡറിങ് കുറേ കാര്യമായിട്ട് കുറേ നേരം കുറേ ദിവസങ്ങളൊക്കെ നമുക്ക് പോയിട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചെറുപറ കമൻറ്റ് ഇടുക. നിങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് പുതിയ വീഡിയോസൊക്കെ ഇടാൻ. പിന്നെ മാക്സിമം വാട്സപ്പിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക, ഫേസ്ബുക്കിൽ അങ്ങനെ ചെറുപറയൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിനേക്കാളും അടിപൊളി കിടക്കാച്ചി കിണ്ണാങ്കാച്ചി ടെക്കും DIY വീഡിയോസുമായി വരാമെന്ന പ്രതീക്ഷയിൽ ദേവനാരായണൻ സൈനിങ് ഓഫ്.